നന്നായിട്ട് സംസാരിച്ച ഉദ്ഘാടകൻ ശ്രീ ജോർജ് കുര്യൻ മന്ത്രി, എൻ്റെ സുഹൃത്തുക്കളും പാർലമെൻറ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എംപിമാരായ എ റഹീം, വി മുരളീധരൻ, ശ്രീ ഐ വി സതീഷ് MLA, ശ്രീ സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ, എൻ്റെ സുഹൃത്ത് ശ്രീ ബാബുരാജ് ബഹ്റൈനിൽ നിന്ന് നമ്മുടെ ഇടയിലെത്തിയിട്ടുണ്ട്, ശ്രീ ശ്രീകണ്ഠൻ, നമ്മളെല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞ സന്താനന്ദ സ്വാമികൾ, ശ്രീ വിശാനന്ദ സ്വാമികൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ശ്രീനാരായണ ഗുരുഭക്തന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം എല്ലാവർക്കും മഹാശിവരാത്രിൻ്റെ ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ ആശംസയും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയും. എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിൽക്കാൻ പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. ഒരു പേഴ്സണൽ, ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഞാൻ ജനിച്ചത് മഹാശിവരാത്രിയിലാണ്. നമ്മുടെ മലയാളം കാലണ്ടർ പ്രകാരം എൻ്റെ പിറന്നാളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ ആഘോഷം നിങ്ങളുടെ ഇടയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായി കാണുന്നു. പ്രത്യേകിച്ച് എന്നെ ആദ്യം ക്ഷണിച്ചത് മുഖ്യമന്ത്രിയോടൊപ്പം ഈ ആദ്യത്തെ ദിനത്തിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കേരളത്തിൽ വരാൻ സാധ്യതയില്ലാത്ത കാരണം ഇന്ന് ഈ സമാപനത്തിൽ എന്നെ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ ഈ മഹാശിവരാത്രിയുടെ ഭാഗമായിട്ട് അരുപുരമെത്താൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 137 വർഷം മുമ്പ് ഇതേപോലെ രാത്രിയിലായിരുന്നു ജനങ്ങൾ കൂടിയത്. ഈ സ്ഥലത്തിൽ തന്നെ ശ്രീനാരായണ ഗുരു തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അർദ്ധരാത്രി 12 മണിക്കാണ് അദ്ദേഹം എണീച്ചിട്ട് നദിയിൽ ഇറങ്ങുന്നത്. എന്നിട്ട് നിങ്ങൾക്കറിയാം, കണ്ണടിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ നദിയുടെ അകത്തുനിന്ന് ഒരു കല്ല് അദ്ദേഹം കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെ ചെറിയ ഒരു ക്ഷേത്രം കെട്ടിയിട്ടുണ്ടായിരുന്നു, ജനങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നു, പാട്ടുകാരൊക്കെ പാട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ പോയി 3 മണിക്കൂർ ഒരു ശബ്ദം പറയാതെ കണ്ണിന് നീരൊലിച്ചുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിച്ചു അദ്ദേഹം. എന്നിട്ടാണ് ഈ ലിംഗത്തിനെ അദ്ദേഹം പ്രതിഷ്ഠ ചെയ്തത്. എന്തൊരു വലിയൊരു അവസരമാണ്. നമ്മൾ 137 വർഷം അതിനെ ഓർക്കുന്നു. അദ്ദേഹം, നിങ്ങൾക്കറിയാം, പല അമ്പലങ്ങൾ, പല ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കേരളം മുഴുവൻ. പക്ഷെ ഈ പ്രധാനപ്പെട്ട അരുവിപ്പുരത്തിൻ്റെ ഈ കഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നവർ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കഥയാണ്. ആ ദിനം ഒരു സാധാരണ ദിനമായിരുന്നില്ല, ഒരു മഹാശിവരാത്രി ആഘോഷം മാത്രമായിരുന്നില്ല. ശരിക്ക് അടിച്ചമർദ്ദത്തിൻ്റെ എതിരെ ഒരു വിപ്ലവമാണ് അദ്ദേഹം ആ പ്രതിഷ്ഠയോട് ആരംഭിച്ചത്. ആത്മീയതയുടെ അർത്ഥം തന്നെ മാറ്റി. അതോടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ചെയ്യുന്നുണ്ടായിരുന്ന കേരളത്തിൻ്റെ അകത്ത് അദ്ദേഹം ഒരു സന്ദേശം മാത്രമല്ല അയച്ചത്, ഒരു പുതിയ ഒരു വാതിലാണ് ജനങ്ങളും മനസ്സിൽ തുറന്നത്. നമുക്കറിയാമല്ലോ, ആ കാലത്ത് ജാതിയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിനെ ഭരിച്ചത്. ആരാണ് പ്രതിഷ്ഠ ചെയ്യാൻ സാധിക്കുക, ആരാണ് ക്ഷേത്രം കെട്ടാൻ സാധിക്കുക, ആരാണ് ക്ഷേത്രത്തിനകത്ത് കയറാൻ സാധിക്കുക, ഇതെല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനിച്ചത്. ആരാണ് നമ്മുടെ സീക്രട്ട് പുസ്തകങ്ങൾ പഠിക്കുക, ആരാണ് അതിനെക്കുറിച്ച് പ്രഭാഷണം ചെയ്യുക, ആരെയെ തൊടാൻ സാധിക്കുക, ഇതെല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന സംസ്ഥാനം. ശ്രീനാരായണ ഗുരുതെല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കുറേ വർഷത്തിൻ്റെ മെഡിറ്റേഷൻ ചെയ്തതിൻ്റെ അദ്ദേഹത്തിൻ്റെ അറിവ് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് ഇത് നടക്കില്ല. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഈ പ്രതിഷ്ഠ ചെയ്തപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബ്രാഹ്മണകർ അദ്ദേഹത്തിനെതിരെ കുറ്റം പറഞ്ഞു. ആരാ നിങ്ങൾക്ക് അവകാശം തന്ന് ഇത് ചെയ്യാൻ? നിങ്ങൾ ചെയ്ത സമയം അശുഭകരമായ ഒരു സമയമായിരുന്നു, സമയം ശരിയല്ല, ഈ ശുഭം സമയമായിരുന്നില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, കുട്ടി ജനിച്ച ശേഷമല്ലേ ജാതകം എഴുതേണ്ടത്, സമയം നമ്മളതിന് തീരുമാനിച്ചു, അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഈ ബ്രാഹ്മണരോട്. നമ്മളുടെ ഈ
ആത്മാവ് ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന ഈ എല്ലാവർക്കും ഉണ്ട് ഒരു ആത്മാവിന്. ഏതെങ്കിലും ഒരു ജാതിയുടെ സ്വന്തമാണോ? അതിനവർക്ക് മറുപടിയില്ല. ആദി ശങ്കര 1000 വർഷം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന അദ്വൈത ശ്രീനാരായണ ഗുരു പ്രതീക്ഷ ചെയ്ത ശേഷം 5 വർഷം കഴിഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയി പ്രസംഗിച്ചത് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ശിവ മഹിംന സ്തോത്രം. ഈ മഹാശിവരാത്രി ദിനം ശിവന്റെ ഈ സ്തോത്രം പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതിന്റെ പ്രകാരം പല നദികൾ, ചിലത് നേരെ, ചിലത് ചുരുണ്ടിട്ട്, ചിലത് മലയുന്ന, ചിലത് വേലയുന്ന, എല്ലാവരും കൂടി അവസാനത്തിൽ ഈ നദികളൊക്കെ ഒരേ സമുദ്രത്തിൽ എത്തുന്ന പോലെയാണ് എല്ലാവരെയും പ്രാർത്ഥന ഒരേ ഒരു ബ്രഹ്മണിലെത്തുന്നത്. എല്ലാവരെയും ആത്മാവ് ഒരേതാണ്. അപ്പൊ എല്ലാവരെയും ആത്മാവ് ഒന്നാണെങ്കിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജാതികൾ സ്ഥാപിക്കുന്നത്? എല്ലാവരെയും ആത്മാവ് ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും എനിക്ക് ഒരു പ്രതിഷ്ഠ